ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഡെറിവേറ്റീവ്സിൻ്റെയും ഇൻ്റഗ്രൽസിൻ്റെയും ഒക്കെ കുറച്ച് ട്രിക്ക് പഠിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതല്ല. എന്തെങ്കിലുമൊക്കെ എക്സാംസിന് പോകുമ്പോൾ ചില സമയത്ത് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യത്തിനും ഒരു കൺഫ്യൂഷൻ വരും. അപ്പം നമ്മളെപ്പോഴും ബാക്കപ്പ് പ്ലാൻ എന്നൊക്കെ പറയണ പോലെ ഒരു ഇത് ഒരിക്കലും മറന്നു പോവാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ഞാൻ ഡെറിവേറ്റീവ്സ് നമ്മൾ മെയിനായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതെന്ന് നോക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഡെറിവേറ്റീവ്സും ഇൻ്റഗ്രൽസും രണ്ടും ഓപ്പോസിറ്റായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ചെറിയ ചെറിയ പാർട്സായിട്ട് ബ്രേക്ക് ചെയ്യുവാണ് ഒരു വലിയ ആളെ. ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത് ആ എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒരു വലിയൊരു എമൗണ്ടിലേക്ക് കൊണ്ടുവരുന്നു. അല്ലേ? അപ്പം ഞാൻ രണ്ടും സെയിം ആയിട്ടാണോ പറഞ്ഞത്? ഓക്കെ, സോ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അതായത് ചെറിയ ചെറിയ ചേഞ്ചസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ്. ഇൻ്റഗ്രൽസ് ആ ചെറിയ ചെറിയ ചേഞ്ചസിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടുന്നതാണ്. ഓക്കെ എനിവേസ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണില്ല. ഇന്ന് നമുക്ക് ജസ്റ്റ് ട്രിക്കുകൾ പഠിക്കാം. സോ ആദ്യം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സൈൻ ആൻഡ് കോസ് ഹാവ് സം റിലേഷൻ. സൈനിനും കോസിനും, ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഇട്ടേക്കണയാണ്. സൈൻ ആൻഡ് കോസ് ഹാവ് സം റിലേഷൻ. സൈനിനും കോസിനും എപ്പോഴും അവർ ഭയങ്കര ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് സൈനും കോസും. അത് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പം സൈൻ ആൻഡ് കോസ് ഹാവ് സം റിലേഷൻ. സോ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും കോസ് എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും സൈൻ എക്സും ആയിരിക്കും. ഇനി ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, കോ എന്ന് പറയുമ്പോൾ കോസിൻ്റെ കോ എവിടെയുണ്ടോ അതിൻ്റെ അർത്ഥം അത് നെഗറ്റീവാണെന്നാണ്. ഓക്കെ, കോസ് ഓക്കെ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സിൻ്റെ ഡി ബൈ ഡി എക്സ് ആണ് അല്ലേ. കോസ് എക്സിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പം ഇവിടെ കൺഫ്യൂഷൻ വരാൻ നമുക്ക് ചാൻസ് ഉള്ളത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ആണോ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സിനാണോ നെഗറ്റീവ് വരുന്നതെന്നാണ്. അപ്പോൾ യു ഹാവ് ടു തിങ്ക് ദിസ്. ഈ ഒരു ലെഫ്റ്റ് പാർട്ടിൽ കോ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ആൻസറിൽ നെഗറ്റീവ് ഉണ്ടാകും ഓക്കെ. സോ ദിസ് ഈസ് ആക്ച്വലി ഡെറിവേറ്റീവ്. ഞാൻ പറഞ്ഞു, ഡെറിവേറ്റീവിൽ ഇൻ്റഗ്രൽസിൽ ഓപ്പോസിറ്റായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. എനിവേ ഒരെണ്ണം പഠിച്ചു വെക്കുക. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് ലെഫ്റ്റിൽ കോസ് ആണെങ്കിൽ, അല്ലെങ്കിൽ കോസ് അല്ല, എന്ന് പറയുന്ന ആദ്യത്തെ ടേം ആണെങ്കിൽ അവിടെ എപ്പോഴും ഉത്തരത്തിൽ നെഗറ്റീവ് ഉണ്ടാവും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കൺസെപ്റ്റ് യു ഹാവ് ടു റിമെമ്പർ. ഓക്കെ, ഇനി അടുത്ത സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സീക്ക്, ടാന്, അങ്ങനെ. അപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ എഴുതും കേട്ടോ, സീക്ക് ടാൻ. ഓക്കെ, ഇനി ഇതിൻ്റെ എന്ത് ചെയ്യരുത്, ഇതിൻ്റെ എന്താ ഇതിന് പറയാം, ഇതിൻ്റെ ഈ ഒരു റാങ്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ടേം മാറിപ്പോകരുത്. ഓക്കെ, സോ സീക്ക് ടാൻ എന്നാണ് നമ്മൾ പറയാം. അപ്പം ഇനിയും നമുക്ക് നോക്കാം. മിസ് പറയുകയാണ്, ഇപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്താണ്? അപ്പം എൻ്റെ മക്കൾ നോക്കണം. ഓക്കെ, സോ ടാൻ ഇവിടെയാണ് കിടക്കുന്നത്. ടാനിൻ്റെ പുറകിൽ 2 സീക്കുണ്ട്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, ഇത് നമ്മൾ +2 കുട്ടികൾ പഠിക്കണതാണ് കേട്ടോ. ഇങ്ങനെ +2 അല്ലെങ്കിൽ നമ്മളിങ്ങനെ നീറ്റ് കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്കിത് പഠിപ്പിക്കും നമ്മളെ. ഓക്കെ, അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എന്താണ്? സീക്ക് എക്സ്. അപ്പോൾ ഞാൻ ഈ ഒരു സീക്കിനെയാണ് എടുക്കുന്നതെങ്കിൽ എന്തൊക്കെയുണ്ട്? ഇപ്പുറത്തൊരു സീക്കും ഉണ്ട്, ഇപ്പുറത്തൊരു ടാനും ഉണ്ട്. അപ്പം സീക്ക് എക്സ് ടാൻ എക്സ്. മനസ്സിലായോ? മനസ്സിലായോ? ദാറ്റ് ഈസ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എടുക്കുന്ന സമയത്ത് എന്ത് നോക്കണം? ഈ സീക്ക്, നടുക്കുള്ള സീക്ക് അവിടെ നിർത്തി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന് അപ്പുറവും ഇപ്പുറവും സീക്ക് എക്സ് ടാൻ എക്സ്. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കിക്കേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത സെറ്റ് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ, കൊസീക്ക് എക്സ് കോട്ടെക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം. കൊസീക്ക് കോട്ട് എന്നുള്ള രീതിയിലാണ് പോണത്. കൊസീക്ക് കോട്ട്.
ദിസ് ഈസ് ദ ടേബിൾ. സോ ഞാൻ ചോദിക്കുകയാണ് d/dx ഓഫ് കോട്ട് എക്സ് എന്താണെന്ന് ചോദിക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്താ കോട്ട് എക്സ് എന്താ? കോട്ട് ഇവിടെ ഇരുന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് പുറകോട്ടുള്ളത് 2 കൊസീക്ക് ഉണ്ട്, ദാറ്റ് ഈസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ. ഇനി പക്ഷേ മക്കൾ ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞായിരുന്നു ഡെറിവേറ്റീവിൽ എപ്പോഴെങ്കിലും മക്കൾ കോ എന്ന് പറയുന്നൊരു കാര്യം കണ്ടാൽ അതിൻ്റെ അർത്ഥം അത് നെഗറ്റീവാണ്. ക്വസ്റ്റ്യനിൽ എപ്പോഴെങ്കിലും കോ കണ്ടു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആക്കാനായിട്ട് നോക്കണം. അപ്പോൾ d/dx ഓഫ് കോട്ടെക്സ്, കോട്ടിൽ കോയുണ്ട്, അപ്പം നെഗറ്റീവായി. ഇനി അടുത്തത് നോക്കൂ, d/dx ഓഫ്, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറയുമോ, കൊസീക്ക് എക്സ് ഒന്ന് പറയുമോ? നോക്കിക്കേ, കൊസീക്കിനെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും എന്താണുള്ളത്? കോട്ടെക്സും ഉണ്ട്, കൊസീക്ക് എക്സും ഉണ്ട്. ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്തുണ്ട്? കോയുണ്ട്. എവിടെ കോ കാണുന്നു അവിടെ നെഗറ്റീവ്. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ വേഗം പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പം കോട്ടെക്സ് ആണെങ്കിൽ കൊസീക്ക് സ്ക്വയർ എക്സ്, കൊസീക്ക് എക്സ് ആണെങ്കിൽ കൊസീക്ക് എക്സ് ഉണ്ട്, കോട്ടെക്സും ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ രണ്ടിലും കോ ഉള്ളത് കൊണ്ട് നമ്മൾ നെഗറ്റീവ് കിട്ടും. I hope it is clear for you, and if you have any doubt please comment below. Okay, so the other thing is ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത്, ഇനി ഇതിന് ട്രിക്കില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഒന്ന് പറയുമോ? സൈൻ ഇൻവേഴ്സ് എക്സ് എന്തായിരുന്നു മക്കളെ? 1/√1 - x². ഇതൊക്കെ മാത്തമാറ്റിക്കൽ മെത്തേഡിൻ്റെ ക്ലാസ്സിന് മുമ്പുള്ള ചെറിയ കോഴ്സുകൾ പോലെയാണ് കേട്ടോ ഇതൊക്കെ എടുക്കുന്നത്. ഇനി അടുത്തത് d/dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് നോക്കിയേ. കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്, 1/√1 - x² തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊസീക്ക് കോസാണ്, കോയുണ്ട്, കോയുള്ളപ്പോൾ നെഗറ്റീവ് കൊടുത്തു. ഓക്കെ, അപ്പോൾ d/dx ഓഫ് സൈൻ എക്സും പഠിച്ചു. അപ്പോൾ 1/1 - x² ആണെന്ന് ഓർക്കണം. x² - 1 അല്ല, അതാണ് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ d/dx ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സും പഠിച്ചു. പിന്നെ വരുന്നത് d/dx ഓഫ് എന്താണ് നോർമലി ഉള്ളത്? d/dx ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണല്ലേ ഉള്ളത്. ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ 1/1 + x². d/dx ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 1/1 + x² ആണ്. ഇനിയും d/dx ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണെന്ന് വെച്ചോ, അതും ഈ സെയിം തന്നെയാണ്, ദാറ്റ് ഈസ് 1/1 + x² തന്നെയാണ്. പക്ഷെ മക്കൾമാർ നോക്കിയേ, എന്താ മിസ് പറഞ്ഞത്? ക്വസ്റ്റ്യനിൽ കോ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആകും. ഓക്കെ, അപ്പം ഇതൊക്കെ ഞാൻ അധികം സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല, നിങ്ങൾക്കിത് എഴുതി വെക്കണം. പിന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് ആണെങ്കിലും കോസ് ഇൻവേഴ്സ് ആണെങ്കിലും ഒരു സെറ്റാണ്. ഇനി ടാൻ ഇൻവേഴ്സ് ആണെങ്കിലും കോട്ട് ഇൻവേഴ്സ് ആണെങ്കിലും ഒരു സെറ്റാണ്. അതേ ഉള്ളൂ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇനി എന്താണ് നോക്കാനുള്ളത്? ഓക്കെ, സോ ഇനി സീക്ക് ഇൻവേഴ്സ് കൂടെ നോക്കാം. ദാറ്റ് ഈസ് നോക്കട്ടെ, d/dx ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്താണ്? സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 1/(x)√x² - 1. അതായത് എനിക്കറിയാം കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/√1 - x² ആണെങ്കിൽ സീക്ക് എന്ന് പറയുന്നത് കോസിൻ്റെ ഇൻവേഴ്സ് ആണല്ലേ, റെസിപ്രോക്കൽ എന്ന് പറയാം. അപ്പോൾ ഇതങ്ങ് തിരിഞ്ഞ് വരും, അതിൻ്റെ കൂടെ ഒരു മോഡുലസ് എക്സ് കൂടി ഉണ്ട്, 1/, ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അത് കഴിഞ്ഞ് d/dx ഓഫ്, ഇനി അടുത്ത എന്താണ്? കൊസീക്കാണ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ കൊസീക്ക് എന്ന് വെച്ചാൽ സൈനിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് സൈൻ ഇൻവേഴ്സിൻ്റെ റെസിപ്രോക്കലായിരിക്കും, x² - 1. ഇനി ഞാനൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ കോയുണ്ട്, അപ്പോൾ അതിൻ്റെ അർത്ഥം നെഗറ്റീവ് വന്നു. ഓക്കെ, ഇത്രയാണ് കൂടുതലായിട്ടും മനസ്സിലാക്കേണ്ടത്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം, നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആണ് കേട്ടോ, വെറുതെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി മാത്രം. ദാറ്റ് ഈസ് d/dx ഓഫ് x⁻n എന്താണെന്നൊന്ന് എഴുതിക്കേ. ദാറ്റ് ഈസ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. അതെങ്ങനെയാണ്? nx⁻n - 1 അല്ലേ, അതായത് ഇപ്പം x² ആണെങ്കിൽ 2x അല്ലേ, അതായത് 2 - 1 അല്ലേ, ദാറ്റ് ഈസ് 2x, അതായത് x⁻1 വെച്ചാൽ 2x എന്നുള്ളത്. ഓക്കെ, അത്രയും പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ മിസ് കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, d/dx ഓഫ് e⁻x എന്താണ്? e⁻x
ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എന്താണ് 1/x അല്ലേ. ലോഗ് എക്സ് എന്താണ് 1/x. ഉണ്ട്, ഇതൊക്കെ ഇച്ചിരി എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതാണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. ഇത് അറിയത്തില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ്. ഒരു റൂട്ട് 2x എങ്ങനെ എഴുതാൻ പറ്റും? 1/2 അല്ലേ, റൂട്ട് 2x. ഇനി എക്സ്ട്രാ ഇതിൻ്റെ കൂടെ എന്താ ആഡ് വന്നേക്കുന്ന 1/√2. അങ്ങനെ ചെയ്യുന്നതിനേക്കാട്ടിലും നല്ലത് ഈ ഒരു രീതിയിൽ എഴുതുന്നതാണ് കേട്ടോ. ബിക്കോസ് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ്? കൂടുതലും നമ്മൾ റൂട്ട് എക്സ് എന്നൊക്കെ ഉള്ളതിന് ഇപ്പം ഈ ഒരു ചെറിയ പോർഷൻസ് കുഴപ്പമില്ല. പക്ഷേ എന്താണ് വലിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതലും റൂട്ട് എക്സിനെ എഴുതാറുള്ളത് ഇപ്പം 2x⁻1/2 എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. അപ്പം അങ്ങനെ എഴുതിയാൽ മതി. അതായത് 1/2 റൂട്ട് എക്സ് എന്നാണ് ഇക്വേഷൻ വരിക. അപ്പം 1/2 റൂട്ട് ഈ എക്സിൻ്റെ സ്ഥാനത്ത് 2x ആണ് വരുന്നത് അല്ലേ, 2x ആണ് വരുന്നത്. അപ്പോൾ ഇതിന് പകരം 1/2 റൂട്ട് 2x പകരം 1/2 അങ്ങനെ തന്നെ ഇട്ടു. ഈ റൂട്ടിന് പകരം 2x⁻1/2 എന്നിടാം. മുകളിൽ അത് വരുമ്പോൾ നെഗറ്റീവ് ആകും, എന്നുവെച്ചാൽ റെസിപ്രോക്കൽ ആകും. പിന്നെ ഈ എക്സിൻ്റെ കൂടെ എക്സ്ട്രാ ആരാണോ ഉള്ളത് അയാളെ ഒന്നും കൂടെ ചെയ്തു. അപ്പോൾ ഈ 2 ക്യാൻസൽ ആയിപ്പോയി കഴിയുമ്പോൾ 2x⁻1/2. ഇത് മാറ്റാനായിട്ട് 1/2x. മനസ്സിലായോ? ഇത് ഭയങ്കര സിമ്പിളാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ചോദിക്കണം കേട്ടോ. ഇത് സിമ്പിളായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അത് നിങ്ങളൊന്നും കൂടി ഇതൊന്ന് കാണാം കേട്ടോ. ഇനിയും അടുത്തത് എന്താ? ഇത്രയൊക്കെ ഉള്ളൂ കൂടുതലായിട്ടും. പിന്നെ ഉള്ളത് ഇൻ്റഗ്രൽസ് ആണ്. ഇൻ്റഗ്രൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, സൈനും കോസും തമ്മിൽ എപ്പോഴും ഒരു റിലേഷൻ ഉണ്ട്. ഒരെണ്ണം മക്കൾ പഠിച്ചു വെക്കുക. ഇപ്പോൾ ഡെറിവേറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ, അതായത് ഡി ബൈ ഡി എക്സിൻ്റെ കൂടെ കോ വന്നാലായിരിക്കും ഉത്തരത്തിലാണ് നെഗറ്റീവ് വരിക. അതേസമയം ഇൻ്റഗ്രലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ കോ വന്ന്, ഇപ്പം ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ആൻസറിൽ നെഗറ്റീവ് വരത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പം ഞാൻ പറയുകയാണ് ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്നാണെങ്കിൽ ഉത്തരം സൈൻ എക്സ് പ്ലസ് സി എപ്പോഴും ഇൻ്റഗ്രൽസിനുണ്ട്, ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റൻ്റ് ആണിത്. അപ്പം നമ്മൾ ഡെറിവേറ്റീവിൻ്റെ കേസിൽ കോ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ആൻസറിൽ നെഗറ്റീവ് വരുമായിരുന്നു. പക്ഷേ ഇൻ്റഗ്രേഷനിൽ അങ്ങനെയല്ല. ഇൻ്റഗ്രേഷനിൽ ഇപ്പം സൈൻ എക്സ് ഡി എക്സ് ഇൻ്റഗ്രേഷനിൽ നമ്മൾ ആൻസറിൽ കോയ ഉണ്ടെങ്കിലാണ് നെഗറ്റീവ് വരിക. ഇനിയും sec² x dx എന്നാണെങ്കിൽ അത് tan x + c ആണ്. tan x + c, അതായത് ഈ ഒരു കാര്യം sec x എന്ന് പറയുന്നത് ഇത് ശരിക്കും sec tan എന്നുള്ള കൺസെപ്റ്റ് നേരത്തെ നമ്മൾ ഡെറിവേഷനിൽ പഠിച്ചതുപോലെ തന്നെ. അപ്പോൾ ഈ 2 sec² ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് tan ആണ്. ആ tan ആണ് ഈ എടുത്തേക്കണേ. മനസ്സിലായോ? അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ കൊസീക്ക് കോട്ട് എന്നാണ് ഒരു ടേബിള്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക്² x ആണ് ഇൻ്റഗ്രൽ ഓഫ് കൊസീക്ക്² x ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ഇവിടെ ഒരു കൊസീക്ക് ഉണ്ട്, ഇവിടെ ഒരു കൊസീക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻസർ കോട്ടെക്സ് ആയിരിക്കും, കോട്ടെക്സ് + c. പിന്നെ ഞാൻ പറഞ്ഞു ഇൻ്റഗ്രൽസിൻ്റെ കേസിൽ ആൻസറിൽ കോ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് ഞാൻ തരാവേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡെറിവേറ്റീവ്സ് കേട്ടോ. അതിൻ്റെ ഇൻ്റഗ്രൽ നോക്കിയ മക്കളെ, കണ്ടോ? അത് ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് മിസ് ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് കുഴപ്പിക്കുന്നില്ല കേട്ടോ, എല്ലാം എഴുതിയിട്ടുണ്ട്. നേരത്തെ ഡെറിവേറ്റീവ് പറഞ്ഞില്ല, അതൊക്കെ ശ്രദ്ധിക്കണ്ടോ. നെഗറ്റീവ് എപ്പോഴാണ് വരുന്നത്? ഇവിടെ ആൻസറിൻ്റെ കേസിലാണ് നെഗറ്റീവ് വരുന്നത്. ബാക്കിയൊക്കെ tan x. പിന്നെ ഉള്ളത് ഇൻ്റഗ്രൽസിൻ്റെ കേസിൽ തന്നെ സിംഗിളായിട്ടുള്ള ആൾക്കാർക്കൊരു ലോഗും കൂടെ എക്സ്ട്രാ കയറി വരും. അപ്പോൾ ഇത് നമ്മൾ ഈ tan കോട്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, സീക്ക് tan എന്നാണ്. അപ്പം ഇൻ്റഗ്രൽ tan x ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ടാനിൻ്റെ പുറകെ 2 സീക്കാണുള്ളത്. അപ്പോൾ ഉത്തരം എന്താണെങ്കിലും സീക്ക് ആണ് വരിക. പക്ഷേ sec² അല്ല വരിക, പകരം എന്താ വരിക? സിംഗിളായിട്ടുള്ളപ്പോൾ ഒരു ലോഗ് എക്സ്ട്രാ കയറി വരും, ലോഗ് sec x + c.
അതുപോലെ തന്നെ കോട്ടും അങ്ങനെ. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇത് അധികം വേണം എന്നില്ല, ഇത് കൂടുതലും +2-കാർക്കാണ്. +1 +2 നമ്മൾ പഠിക്കുമല്ലോ. പിന്നെ നമുക്ക് മാത്തമാറ്റിക്കലിന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് ഇങ്ങനെ സൈഡിൽ പറയാം. ആ സമയത്ത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു നോട്ട് ബുക്ക് എടുക്കണം കേട്ടോ, ഒരു സെപ്പറേറ്റ്. ഇതിന് നമ്മൾ പറയണ പേരാണ് നമ്മുടെ ഫോർമുല ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എടുക്കണം. ഓക്കെ, ഏതൊരു എക്സാമിന് ഇങ്ങനെയുള്ള മാത്ത് ഫിസിക്സിനൊക്കെ ഒരു ഫോർമുല ബുക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് നമ്മൾ പഴയതായിട്ട് യൂസ് ചെയ്ത ബുക്സിൻ്റെയൊക്കെ ബാക്കി പേജസ് എടുത്തിട്ട് യു ഹാവ് ടു മേക്ക് എ ബുക്ക്. അത് മതി, അതിൻ്റെ ആവശ്യമുള്ളത്. അല്ലാത്തൊരു ന്യൂ ബുക്കൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ആൻഡ് യു ഹാവ് ടു സെറ്റ് ദാറ്റ് ആസ് യുവർ ഫോർമുല ബുക്ക്. ആൻഡ് യു ഹാവ് ടു റൈറ്റ് ദ each and every formula that you are supposed to learn during this റിവിഷൻ പാർട്ട് ഓർ ഡ്യൂറിങ് ദിസ് ഇയർ. ഓക്കെ, സോ അവസാനം ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ യു ഗോട്ട് എ ഹ്യൂജ് ഷോർട്ട് ഇക്വേഷൻ ബുക്ക് നമുക്ക് കിട്ടും. അപ്പം ആദ്യത്തെ ഇതിൽ ഡെറിവേറ്റീവ്സ് എഴുതുക, പിന്നെ ഇൻ്റഗ്രൽസ് എഴുതുക, പിന്നെ നിങ്ങൾ മാത്ത് ആണെങ്കിൽ മാത്തെന്ന് സബ്ജക്റ്റ് മാത്തെന്ന് കൊടുത്തിട്ട് അതിൻ്റെ താഴെ നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സൊക്കെ ചെയ്യുമ്പം ഉള്ള ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഫ്രം വിച്ച് ടോപ്പിക് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഇക്വേഷൻസ് എഴുതി വരിക. ഓക്കെ, സോ എന്നിട്ടത് റിവൈസ് ചെയ്യുക. അതൊക്കെ നമുക്ക് ചെയ്യാം. സോ യു ഹാവ് ടു ടേക്ക് എ ഫോർമുല ബുക്ക് എന്ന് ഞാൻ പറയുമായിരുന്നു, ബിക്കോസ് അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. സോ ദാറ്റ്സ് ഫോർ ടുഡേ ആൻഡ് താങ്ക് യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കമൻറ്റ് ബിലോ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ആൻഡ് പിന്നെ വേറെ ആവശ്യമില്ലാതെ സമയം കളയാതെ യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ ഗോൾ. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ, എന്ത് ചെയ്യണം, എന്തെങ്കിലും പറഞ്ഞു തരുമോ, സജഷൻ ഉണ്ടോ, എന്തിനു പോകണം, ഇനി റിസർച്ച് ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും എക്സാം ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഫ്രീലി ആസ്ക് മീ. ഓക്കെ, എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ തിരക്കിയിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.